നമുക്ക് ജീവിക്കാനൊരു ജോലി മതി. പക്ഷെ ഇപ്പോഴത്തെ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടിയാണ് പലരും ജീവിക്കണത്. മനസ്സിലായോ? നമുക്ക് ജീവിതമാണ് പ്രധാനം. ആ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്കൊരു ജോലി വേണം. ഇത്രയും നമുക്ക് ജോലിക്കൊരു സ്ഥാനം കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഇപ്പം ഇന്നാൾ UK നിന്നൊരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. അവൻ വിളിച്ചിട്ടുള്ള ചോദ്യം, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ് ജോലി ചെയ്യണത്. എത്രയോ 16 മണിക്കൂറോ എത്രയോ മണിക്കൂറാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഉള്ളത്. ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതുവരെ ഞാനിപ്പോൾ ജുമയക്കും പോയിട്ടില്ല. അതുപോലെ തന്നെ നിസ്കാരം നേരത്തെ നിർവഹിക്കാനൊന്നും പറ്റണില്ല. കാരണം നിസ്കാരത്തിൻ്റെ സമയത്തൊന്നും എണീക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ചെയ്യലെന്തോ വെച്ചാൽ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി പിന്നെ റൂമിൽ പോയിട്ട് ഒന്നിച്ചാണ് നിസ്കരിക്കലാണ്. അപ്പോൾ അതിന് വല്ല കുഴപ്പമുണ്ടോയെന്നാണ് ചോദിക്കണത്. അതുപോലെ അങ്ങനെ തന്നെ തുടരാൻ വല്ല മസലിയും കിട്ടുമെന്നാണ് അവൻ്റെ ചോദ്യം. നമ്മൾ സാധാരണ പോലെ ഊണും ഉറക്കവും നിസ്കാരം ഒഴിവാക്കി കണ്ടാൽ ഞാൻ കുട്ടികളെ വളർത്തിയത് അറിയും. അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് കിടന്ന് മരിച്ചിട്ട് ഒരു മര്യാദക്കൊരു ഭക്ഷണം കഴിക്കാതെ, മര്യാദക്കൊരു വാഹനത്തിൽ യാത്ര ചെയ്യാതെ, ഒരു മുതലാളിനെ പറ്റി പറയണേക്കാം, അദ്ദേഹത്തിന് കുറേ റബ്ബർ എസ്റ്റേറ്റും കുറേ സ്വത്തും മുതലൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ പെരിന്തൽമണ്ണെന്ന് വരുമ്പോൾ പിന്നെ ബസ് ഇറങ്ങിയാൽ പിന്നെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലേ ബസ്സുള്ളൂ. പിന്നെ ആൾക്കാർ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ മൂപ്പര് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള ബസ്സിനെ അവിടെ ഇങ്ങനെ കാത്തുക്കും. എന്നാൽ അയാളെ റബ്ബർ വെട്ടുന്ന ടാപ്പിങ് തൊഴിലാളി ഉണ്ടല്ലോ, ഓൻ എവിടുന്നേലും വന്നു കണ്ട് ഇറങ്ങി ഇങ്ങോട്ട് ഓട്ടോറിക്ഷ എടുത്ത് പോകും. ഇയാളോട് നിങ്ങൾ പോരുന്നു. അപ്പം എന്താ വെച്ചാൽ ഇയാൾ കൂലി കൊടുക്കണവന് ഉള്ളതുകൊണ്ടും ചെയ്യുന്നുണ്ട്, ആവശ്യം നിർവഹിക്കുന്നുണ്ട്. മറ്റേതൊക്കെ പൂട്ടി വെച്ചിട്ട് മര്യാദക്കൊരു വസ്ത്രം എടുക്കാതെ, ഒരു വീട് വെക്കാതെ, ഒരു വാഹനം വാങ്ങാതെ അങ്ങനെ ജീവിച്ച് പിന്നെ ജോലി എടുക്കുക എന്നല്ലാതെ അത് ഉപയോഗിക്കാതെ പോകുക, അത് പറ്റില്ല. നമുക്ക് ജീവിക്കാനാണ് ജോലി. അതിനുള്ളൊരു ജോലി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ നോക്കാം, കുടുംബം നോക്കാം.